ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മത്തങ്ങയും പയറും വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഉണക്കപ്പയർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും തന്നെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പകലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനുശേഷം വെള്ളം നന്നായി കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം മാറ്റി കളഞ്ഞിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പയറൊന്ന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു 4 വിസിലടിച്ച് വേവിക്കുക. 4 വിസിൽ അടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിസിലെല്ലാം പോയി വരുമ്പോഴേക്കും പയർ നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പാത്രത്തിൽ 1/2 കിലോ മത്തങ്ങ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി മത്തങ്ങയുടെ തൊട്ട് താഴെന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുന്ന നേരം കൊണ്ട് ഒരു മിക്സറി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ചെറുതായൊക്കെ ഒന്ന് നാളികേരം കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയാണ് നാളികേരം അരച്ചെടുക്കേണ്ടത്. നന്നായി അരഞ്ഞു പോകരുത് നാളികേരം. ഇപ്പോൾ ഇവിടെ മത്തങ്ങ എല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങ അത്യാവശ്യം തന്നെ വെന്ത് വരണം, എന്നാലാണ് ഈ എലിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കപ്പയർ വെള്ളത്തോടെ കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളമായി പോയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കപ്പയർ കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ വലുതായി കിടക്കുന്ന ആ മത്തങ്ങയുടെ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ മത്തങ്ങയും പയറെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിക്കണം. കാരണം എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടിരിക്കരുത്, കുറച്ച് കട്ടിയായിട്ടിരിക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കരുത്. ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും എലിശ്ശേരിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് തരിക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ഒന്ന് പകുതിയോളം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പിൻ്റെ ഉള്ളിൽ നാളികേരം ചിരകിയിട്ട് കൊടുക്കുക. നാളികേരം എന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ വറുത്ത നാളികേരം കൂടി നമ്മൾ ഈ എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എലിശ്ശേരിക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ നാളികേരം ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നാളികേരം എല്ലാം തന്നെ ഒന്ന് വറുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നേരെ നമുക്ക് എലിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കായിട്ടാണ് നമുക്ക് എലിശ്ശേരി വേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.